സമൂഹത്തിലെ നേർക്കാഴ്ചകൾ വേരുകളിൽ പുനഃസൃഷ്ടിച്ച് വ്യത്യസ്തനാവുകയാണ് റിയാസ് എന്ന ശില്പി. തേക്കുമരത്തിന്റെ വേരുകളാണ് റിയാസിന്റെ ചിന്തകളിൽ കലാശില്പമാകുന്നത്. സമൂഹത്തിലെ ദുരന്തമുഖങ്ങളും ശിഥിലചിത്രങ്ങളും റിയാസ് വേരുകളിൽ ശില്പങ്ങളാക്കുന്നു. വർഷങ്ങൾ നീണ്ട യാത്രയാണ് റിയാസ് എന്ന ശില്പിയുടെ ജീവിതവും ശില്പങ്ങളും. ചിത്രം വരച്ചതിന് അംഗീകാരത്തിന് പകരം അപമാനം ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ നാടുവിട്ടു. അലച്ചിലിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നാളുകൾ കടന്ന് ചെന്നൈയിലെത്തി. ആ നഗരം റിയാസിൻ്റെ മനസ്സിൽ ചിന്തകൾ സമ്മാനിച്ചു. ഇത്തവണ ചിത്രങ്ങൾ വിട്ട് ശില്പങ്ങളായി ധ്യാനം. അങ്ങനെ സൃഷ്ടിയുടെ വേരുകൾ കണ്ടെത്തി മടങ്ങി നാട്ടിലെത്തി. പൂർണ്ണതയ്ക്ക് വേണ്ടി മരങ്ങളുടെ വേരുകൾ തേടിയിറങ്ങി. ശില്പചാരുതയ്ക്കായി തേക്കുമരത്തിൻ്റെ വേരുകളായിരുന്നു ലക്ഷ്യം. ഒറ്റവേരിൽ നിന്ന് ശില്പങ്ങൾ തീർക്കുക. എൻഡോസൾഫാൻ ദുരന്തം, വർഗീയത, ഇൻ്റർനെറ്റിൻ്റെ ദുരുപയോഗം, അവിവാഹിതരായ അമ്മമാർ, മൊബൈൽ ഫോണിൽ വഴിതെറ്റുന്ന യുവതലമുറ, ഇതൊക്കെ ശില്പങ്ങളായി മാറി. രണ്ടര വർഷത്തെ കണ്ണദ്ധാനത്തിനാണ് എനിക്ക് 12 വേരുകൾ കിട്ടിയത്. പക്ഷേ എൻ്റെ കയ്യിൽ ഇത് കിട്ടുന്ന സമയത്ത് വെറും വികൃതമായി കിടക്കുന്ന കത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ഒരു പായത്തടിയാണ്. ഇതെല്ലാം കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ചപ്പം വീട്ടുകാരൻ അയൽവാസികൾക്ക് ചോദിച്ചു, ഇതൊക്കെ എന്തിനാണ്, നിങ്ങൾക്ക് ഭ്രാന്താണോ, നിങ്ങൾക്കിത് നമുക്ക് കത്തിക്കാൻ കൊടുത്തുവിടാന്നാണ് പല ആൾക്കാരും ചോദിച്ചത്. 12 ശില്പങ്ങളാണ് റിയാസ് ഇതുവരെ പൂർത്തീകരിച്ചത്. മനസ്സിലെ മായാത്ത മുറിവുകൾ ശില്പങ്ങളാക്കാനുള്ള യാത്ര ഇപ്പോഴും തുടരുകയാണ് കോഴിക്കോട് കുന്നമംഗലം സ്വദേശിയായ ഈ ശില്പി. റിപ്പോർട്ടർ, തിരുവനന്തപുരം.